ഗൈസ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ തുടങ്ങുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് 12ൻ്റെ ചാപ്റ്ററാണ് എടുക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും മെയിൻ സിമിലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കാർബണൽ ഗ്രൂപ്പാണ്. അതായത് കാർബൺ, ഡബിൾ ബോണ്ട് O, പിന്നെ 2 എക്സ്ട്രാ ബോണ്ട്. ഇത് ആൽഡിഹൈഡിനായാലും കീറ്റോണിനാണെങ്കിലും ഉണ്ട്. ഇനി ഇത് ആൽഡിഹൈഡ് ആവണത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിലെ ഒരു ബോണ്ട് ഹൈഡ്രജൻ ആറ്റം ആയിരിക്കണം. ഏതെങ്കിലും ഒരു ബോണ്ട്. ഈ 2 പൊസിഷൻ ഉണ്ടല്ലോ, ഈ 2 പൊസിഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈഡ്രജൻ ആറ്റം സാറ്റിസ്ഫൈ ചെയ്യണം. ഇനിയിപ്പോൾ രണ്ടും ഹൈഡ്രജൻ ആറ്റം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർമാൽഡിഹൈഡ് ആവും. ഇനി ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് 2 സൈഡും ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതെന്താവും? കീറ്റോൺ ആവും. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ആവണമെങ്കിൽ കാർബൺ ഡബിൾ ബോണ്ടോ എല്ലാവർക്കും സെയിം ആണ്. ഫോർമാൽഡിഹൈഡ് ആയാലും ബാക്കിയുള്ള ആൽഡിഹൈഡ്സ് ആയാലും കീറ്റോൺ ആയാലും ഒക്കെ അതൊക്കെ സെയിം ആണ്. ഇനി ഡിഫറൻസ് വരുന്നത് ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ 2 ഹൈഡ്രജൻ ഗ്രൂപ്പ് ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. ബാക്കിയുള്ള ആൽഡിഹൈഡ്സ് ഒക്കെ ഒരെണ്ണം ആൽക്കൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുക. കീറ്റോൺ ആണെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പായിരിക്കും. ഓക്കെ, ഇനി ആൽഡിഹൈഡ്സിൽ എങ്ങനെ നെയിം ചെയ്യുക നോക്കാം. നെയിമിംഗ് ഓഫ് ആൽഡിഹൈഡ്, നമ്മളിപ്പോൾ HCHO അതായത് ഫോർമാൽഡിഹൈഡ് ആണ് എടുത്തണമെങ്കിൽ അതിൻ്റെ കോമൺ നെയിം ഫോർമാൽഡിഹൈഡ് എന്ന് വരും. IUPAC എന്ത് വരും? മെത്തനാൽ എന്ന് വരും. കാരണം എന്താ, ഒരു കാർബൺ കമ്പൗണ്ടാണ്, എൻ്റെതൊരു ആൽഡിഹൈഡാണ്. അപ്പോൾ ആൽഡിഹൈഡ് ആകുമ്പോൾ ലാസ്റ്റ് AL വെച്ചിട്ട് എൻഡ് ചെയ്യണ്ടേ, അപ്പം മെത്തനാൽ എന്ന് വരും. ഇനി CH3CHO ആണെങ്കിൽ അതിൻ്റെ കോമൺ നെയിം അസറ്റാൽഡിഹൈഡ് എന്ന് വരും. ആൻഡ് അതിൻ്റെ IUPAC നെയിമും എന്ത് വരും? 2 കാർബൺ ഉണ്ടല്ലേ, അതുകൊണ്ട് ആൻഡ് ഇത് ആൽഡിഹൈഡാണ് ഫോം ചെയ്യുന്നത്, അപ്പോൾ എത്തനാൽ എന്ന് പറഞ്ഞിട്ട് വരും. ഇനി CH3CH2CHO എന്നാണെന്ന് വിചാരിക്കുക. അതായത് 3 കാർബണുള്ള കമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് കോമൺ നെയിം വിളിക്കുക? പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ IUPAC നെയിം പ്രൊപ്പനാൽ എന്നാണ്. ഇനി അടുത്തത് 4ാമത്തത് CH3CH2CH2CHO, അതായത് 4 കാർബൺ ഉള്ളതാണെങ്കിൽ ബ്യൂട്ടിർ ആൽഡിഹൈഡ് എന്ന് പറയും കോമൺ നെയിം. ആൻഡ് അതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ബ്യൂട്ടനാലാണ്. കാരണം എന്താ, 4 കാർബൺ ഉണ്ട്, ആൽഡിഹൈഡാണ് ഫോം ചെയ്തേക്കുന്നത്. എങ്ങനെ ആൽഡിഹൈഡ് ആണെന്ന് മനസ്സിലായി. ലാസ്റ്റ് CHO ആണ്. ഇതെന്താണ്? ഇതൊരു R ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ RCHO എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്നത് എന്താ? അതൊരു ആൽഡിഹൈഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്യൂട്ടനാൽ എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്തത്. ആൻഡ് ഈ ആൽഡിഹൈഡിൻ്റെ കാർബണും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത 5ാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. CH3 ട്വൈസ് CHO CH3CHO. ഇനി ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. CH3 ട്വൈസ് CHO CH3CHO. ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? ഇതിന് എഴുതാൻ പറ്റുന്നത് CH3 ട്വൈസ് എന്നുണ്ടല്ലോ, അപ്പോൾ ഒരു CH3 ഇവിടെ ഇരുന്നോട്ടെ, മറ്റൊരു CH3 നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ OCH3 ഉണ്ട്, അപ്പോൾ നമുക്കതിനെ OCH3 ഇവിടെ കൊടുക്കാം. ഇനി ഇവിടെ എന്തുണ്ട്? CHO ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പൗണ്ട്. ഈ കമ്പൗണ്ടിലെ ഒരു കോമൺ നെയിമായിട്ട് നമ്മൾ വിളിക്കുന്നത് ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്നാണ്. താഴെ ആൽഡിഹൈഡ്. ഓക്കെ, ഇതാണ് കോമൺ നെയിം വരിക, ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ്. ഇതെന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആൽഫ പൊസിഷനിലാണ് എന്ത് വന്നേക്കുന്നത്? ഈ മെത്തോക്സി ഗ്രൂപ്പ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആൽഫ മെത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി ഇതിൻ്റെ IUPAC നെയിമിംഗ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലാണ് എന്ത് വരുന്നത്? മെത്തോക്സി ഗ്രൂപ്പ് വരുന്നത് അല്ലേ. ആൻഡ് ഇതൊരു പ്രൊപ്പനാലാണ്. അപ്പോൾ 2 മെത്തോക്സി പ്രൊപ്പനാൽ. ഇത് ഒരുമിച്ച് എഴുതണേ, ഇവിടെ ഇതില്ല, പ്രൊപ്പനാൽ. ഓക്കെ,
ഇതാണ് ഇതിൻ്റെ നെയിമിങ് വരിക. അപ്പോൾ ഇതിനെങ്ങനെ എഴുതുക? CH, 2 CH3 ഉണ്ട്, CHO ഉണ്ട്, OCH3 ഉണ്ട്. ഓക്കെ, ആൻഡ് ആൽഫ പൊസിഷനിൽ ഈ OCH3 വരുന്ന കാണാനാണ് ആൽഫ എത്തോക്സി പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് കൊടുത്തത്. ആൻഡ് IUPAC നെയിം മെത്തോക്സി പ്രൊപ്പനാൽ. ഓക്കെ, ഇനി അടുത്തത് ആറാമത്തത് CH3 CH2 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 CHO. അതിനെ വാലർ ആൽഡിഹൈഡ് എന്നാണ് പറയുക. 5 കാർബണുള്ള ആൽഡിഹൈഡാണ് വാലർ എന്നാണ് പറയുക, വാലർ ആൽഡിഹൈഡ്. ആൻഡ് അതിൻ്റെ IUPAC നെയിം പെൻറ്റനാൽ. ഓക്കെ, ഇനി അടുത്തത് ഏഴാമത്തെ CH3 ട്വൈസ് CHCHO. അതൊരു ഐസോ കമ്പൗണ്ട് അല്ലേ, അപ്പോൾ ഐസോ ബ്യൂട്ടർ ആൽഡിഹൈഡ് എന്നാണ് പറയുക. ഓക്കെ, അതായത് CH3 CH, ഈ CH ഒരു CH3 കൂടി ഉണ്ട്, CHO. ഇങ്ങനെയാണല്ലോ, 4 കാർബൺ ഉണ്ട്, അപ്പോൾ അത് ബ്യൂട്ടർ ആൽഡിഹൈഡാണ്. പക്ഷേ ഇങ്ങനൊരു ബ്രാഞ്ച് വരുന്ന കാരണം ഐസോ ബ്യൂട്ടർ ആൽഡിഹൈഡ് എന്ന് എങ്ങനെ വിളിക്കും? കോമൺ നെയിമായിട്ട് വിളിക്കും. കോമൺ നെയിം അതാണ്. IUPAC നെയിം 2-methyl പ്രൊപ്പനാൽ. ഓക്കെ, പ്രൊപ്പനാൽ ഗ്രൂപ്പ് അല്ല മെയിൻ ബ്രാഞ്ച്, അവിടേക്ക് ബ്രാഞ്ച്ഡ് ആയിട്ട് വരുന്നതല്ല CH3, അതും സെക്കൻഡ് പൊസിഷനിലല്ലേ, അപ്പോൾ 2-methyl പ്രൊപ്പനാൽ. ക്ലിയർ ആയി വിചാരിക്കണം. ഇനി അടുത്തത് ഇത് എട്ടാമത്തെ, അതായത് നമ്മുടെ ബെൻസീൻ റിങ്. ഈ ബെൻസീൻ റിങ്ങിൻ്റെ ഈ 2 പൊസിഷൻസിലായിട്ട്, അതായത് ഒരു ഓർത്തോ ഒരു മെറ്റാ പൊസിഷനിലായിട്ട് CHO വരികയാണ്. അതിനാണ് താൽ ആൽഡിഹൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബെൻസീൻ 1,2 ഡൈ കാർബ് ആൽഡിഹൈഡ് എന്ന് നമ്മളതിനെ IUPAC നെയിമിങ്ങിൽ വിളിക്കും. കോമൺ നെയിം താൽ ആൽഡിഹൈഡാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അതായത് ബെൻസീൻ റിങ്ങുമ്മൽ ബെൻസാൽഡിഹൈഡ് പോലെ. ഓക്കെ, ബെൻസീൻ റിങ്ങുമ്മൽ CHO ഉണ്ട്, ആൻഡ് ഒരു സ്ഥലത്ത് ബ്രോമിനുണ്ട്, മെറ്റാ പൊസിഷനിൽ ബ്രോമിനുണ്ട്. അപ്പം എന്ത് വരും? M എന്ന് പറഞ്ഞാൽ മെറ്റാ ബ്രോമോ ബെൻസാൽഡിഹൈഡ് എന്ന് വരും. അല്ലെങ്കിൽ അതിൻ്റെ IUPAC നെയിം ആണെങ്കിൽ 3 ബ്രോമോ ബെൻസാൽഡിഹൈഡ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പത്താമത്തെ ഇമ്പോർട്ടൻ്റ് ആണ്, CH3 ഡബിൾ ബോണ്ട് CHCHO. അതിനെ നമ്മൾ കോമൺ നെയിമായിട്ട് വിളിക്കുക ആക്രലിൻ എന്നാണ്, അല്ലെങ്കിൽ അക്രൽ ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക. അതിൻ്റെ IUPAC നെയിമിങ് വരുമ്പോൾ പ്രൊപ്പാൻ 2En1Al. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യണത്, 1 2 3 എന്ന് പറഞ്ഞിട്ട് പ്രയോറിറ്റി അനുസരിച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണ് ആൽഡിഹൈഡ് വരുന്നത്, ആൻഡ് സെക്കൻഡ് പൊസിഷനിലാണ് എന്ത് വരുന്നത്? ഈ ഡബിൾ ബോണ്ട് വരുന്നത്. ആൻഡ് ഇത് 3 കാർബൺ കമ്പൗണ്ടാണ്, അപ്പോൾ പ്രൊപ്പ് 2En1Al. ഓക്കെ, ഇനി ഇതെന്താ? ഇത് ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് തന്നെയാണ് അതിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും. ഇനി അടുത്തത് കീറ്റോണിൻ്റെ നെയിമിങ്. അപ്പോൾ ആദ്യം നമുക്ക് CH3 C ഡബിൾ ബോണ്ടോ CH3. ഇതിനെങ്ങനെ എഴുതാം? CH3 C ഡബിൾ ബോണ്ടോ CH3. ഇതാണ് ഫസ്റ്റത്തെ കമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഉണ്ടാവുന്നത്? കോമൺ നെയിം എന്ത് വരും? ഡൈമീഥൈൽ കീറ്റോൺ എന്ന് വരും. അതായത് ഇത് എന്താണ്? ഇത് കീറ്റോണിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് അല്ലേ, 2 മീഥൈൽ ഗ്രൂപ്പാണുള്ളത്, അപ്പോൾ ഡൈമീഥൈൽ കീറ്റോൺ അല്ലെങ്കിൽ അസറ്റോൺ. ഓക്കെ, അതിൻ്റെ IUPAC നെയിം വരെ പ്രൊപ്പനോൺ, കാരണം 3 കാർബൺ ആയിട്ടുള്ള കമ്പൗണ്ടാണ്. ആൻഡ് ഒരു ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, C ഡബിൾ ബോണ്ടോ, അത് കീറ്റോണിൻ്റെ ആളാണ്, അപ്പോൾ പ്രൊപ്പനോൺ എന്ന് പറഞ്ഞിട്ട് വരും. നോമൻക്ലേച്ചറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ CH3 CO CH2 CH3, അതായത് ഈഥൈൽ മീഥൈൽ കീറ്റോൺ. ഈ C ഡബിൾ ബോണ്ടോ ആണ് നമ്മുടെ മെയിൻ ആൾ. അയാളുടെ ലെഫ്റ്റിൽ നോക്കിയാൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് റൈറ്റിൽ നോക്കിയാൽ CH2 CH3, അതായത് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈഥൈൽ മീഥൈൽ കീറ്റോൺ ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ട് കോമൺ നെയിമിങ് വന്നു. ഇനി IUPAC നെയിം വരുമ്പോൾ ബ്യൂട്ടനോൺ, കാരണം എന്താ? 4 കാർബൺ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് CH3 CO CH2 CH2 CH3. ഇത് ഒറ്റയടിക്കാണ്, അതായത് ഇങ്ങനെ എഴുതുക, CH3 C ഡബിൾ ബോണ്ടോ CH2 CH2 CH3. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? കോമൺ നെയിം പറയുകയാണെങ്കിൽ മീഥൈൽ പ്രൊപ്പൈൽ കീറ്റോൺ. ഓക്കെ, മീഥൈൽ പ്രൊപ്പൈൽ കീറ്റോൺ, ഇതാണ് കോമൺ നെയിം വരിക. ആൻഡ് IUPAC നെയിം വരിക പെൻറ്റാൻ 2 ഓൺ, കാരണം
എന്താണ് 5 കാർബണുള്ള കമ്പൗണ്ടാണ്. മൊത്തത്തിലല്ല നമ്മൾ നോക്കുക IUPAC ആണെങ്കിൽ, പാരൻറ്റ് നെയിം വെച്ചിട്ടൊക്കെയല്ലേ നോക്കാം. അപ്പോൾ 5 കാർബൺ ഉണ്ട്. അപ്പോൾ പെൻറ്റാനാണ്. സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ 2 ഓൺ. ഓക്കെ, ഇനി അടുത്തത് CH3 C ഡബിൾ ബോണ്ടോ CH3 ഇതൊരു ഐസോ ഗ്രൂപ്പ്. അപ്പം ഐസോ പ്രൊപ്പൈൽ മീഥൈൽ കീറ്റോൺ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അതായത് ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഐസോ പ്രൊപ്പൈൽ പോലെയാണ്, ഇത് മീഥൈലാണ്. അപ്പോൾ ഐസോ പ്രൊപ്പൈൽ മീഥൈൽ കീറ്റോൺ. ആൻഡ് അതിൻ്റെ IUPAC നെയിം വരിക 3 മീഥൈൽ ബ്യൂട്ടാൻ 2 ഓൺ. ഓക്കെ, ഇനി അടുത്ത 5-ാമത്തെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. CH3 ട്വൈസ് CHCO CH3 ട്വൈസ്. അതായത് CH3 ഗ്രൂപ്പ് ഉണ്ട്, CH ഉണ്ട്, ഇവിടേക്ക് ഒരു CH3 കൊടുക്കുന്നുണ്ട്, C ഡബിൾ ബോണ്ടോ ഉണ്ട്, CH ഉണ്ട്, ആൻഡ് ഇവിടെ വീണ്ടും CH3 ഉണ്ട്, CH3 ഉണ്ട്. ഒരു ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് പോലെ. അതായത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ആൾക്കാർ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിനെന്ത് പറയാം? അപ്പോൾ C ഡബിൾ ബോണ്ട് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആൾ. അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ടുള്ള ഗ്രൂപ്പ് ഒരു ഐസോപ്രൊപ്പൈലാണ്, കോമൺ നെയിമിങ്ങിലാണെങ്കിൽ. അപ്പോൾ ഡൈ ഐസോപ്രൊപ്പൈൽ കീറ്റോൺ എന്ന് പറയാം. ഇനി അതിപ്പോൾ IUPAC നെയിമിംഗ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മളെങ്ങനെയെന്ന് പറയും? 2,4 ഡൈ മീഥൈൽ പെൻറ്റാൻ 3 ഓൺ. എന്ത് പറയും? സെക്കൻഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് കയറിയിരിക്കുന്നത്. അപ്പോൾ 2,4 ഡൈ മീഥൈൽ പെൻറ്റാനാണ്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 5 എണ്ണമല്ലേ. പിന്നെ ഇത് തേർഡ് പൊസിഷനിലല്ല ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പെൻറ്റാൻ 3 ഓൺ. ഇനി അടുത്തത് 6-ാമത്തെ CH3 C ഡബിൾ ബോണ്ടോ CH2 C ഡബിൾ ബോണ്ടോ CH3. കോമൺ നെയിം വരെ അസിറ്റൈൽ അസിറ്റോൺ എന്നാണ്. ഓക്കെ, അസിറ്റോൺ എന്തായിരുന്നു? CH3 C ഡബിൾ ബോണ്ടോ CH3 എന്നാണ്. ഇതിലൊരു അസിറ്റൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ അതാണ് അസിറ്റൈൽ അസിറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പെൻറ്റാൻ 2,4 ഡൈ ഓൺ. അതെന്താ? 2 C ഡബിൾ ബോണ്ടോ, അതായത് കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, 2 കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്. അതെവിടേക്കാണ് ഉള്ളത്? സെക്കൻഡ് ഫോർത്ത് പൊസിഷനിലാണ്. ആൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ പാരൻ ഗ്രൂപ്പ് ഒരു പെൻറ്റെയിൻ ആണ് അല്ലേ, 5 കാർബണുള്ള കമ്പൗണ്ടാണ്. അപ്പോൾ പെൻറ്റെയിൻ 2,4 ഡൈ ഓൺ. ഇനി ഇത്, അതായത് ബെൻസീൻ റിങ്ങുമ്പോഴേക്ക് COCH3 കയറിയിട്ടുള്ളത്. അതിൻ്റെ മീഥൈൽ ഫീനൽ കീറ്റോൺ എന്ന് IUPAC കോമൺ നെയിമിങ്ങിൽ പറയും. അതിൻ്റെ IUPAC നെയിം വരെ അസെറ്റോഫീനോൺ. ഇമ്പോർട്ടൻ്റ് ആണ്. COC6H5 ആണെങ്കിൽ ഡൈഫീനൽ കീറ്റോൺ എന്ന് പറയും. IUPAC നെയിം ബെൻസോഫീനോൺ ആണ്. ഈ CH3 CH2 COCH2 CH3 ആണെങ്കിൽ അതിൻ്റെ IUPAC നെയിമിങ് വരെ പെൻറ്റാൻ 3 ഓൺ. കാരണം തേർഡ് പൊസിഷനിലാണ് കീറ്റോൺ വന്നതാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് കിടക്കാം.